Hello friends, welcome back to my channel. ഇത് ഈ സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. 90 ഇഞ്ചസ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സെയിം കളറിലുള്ള ത്രെഡും എടുത്തിട്ടുണ്ട്. ത്രെഡിൻ്റെ താഴത്തെ എൻഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിബൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ നൂല് ഇങ്ങനെ വലിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് എൻഡ്സും ഒന്ന് ലൈറ്റർ യൂസ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നൂല് വലിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതുകൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ താഴത്തെ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചരിച്ച് ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കും. അഞ്ചോ ആറോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കണം. നല്ല നീളത്തിനാണ് നൂലെടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ക്രോസ് ചെയ്ത് അടുത്ത സൈഡിലേക്ക്. ഇനി ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകണം. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് നൂല് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നായി കിട്ടും. നല്ല ടൈറ്റാക്കി എടുക്കണ്ട, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം ഇതുപോലെ ഫ്രിൽസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് എൻഡ് വരേക്കും കൊണ്ടുപോകാം. ഇപ്പോൾ ഇതേ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സാറ്റിൻ റിബണിൻ്റെ റൈറ്റ് സൈഡ് പുറത്ത് കാണുന്ന രീതിയിൽ ഒന്ന് നേരെയാക്കി എടുക്കണം. പിന്നെ എൻഡിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇനി എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു ഫാബ്രിക്കിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നീഡിലും ത്രെഡ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഒരു ഷേപ്പിലാണ് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നത്.
ത്രെഡ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഗം യൂസ് ചെയ്തിട്ട് ഇതൊന്നിവിടെ ഇങ്ങനെയൊന്ന് ഫിക്സ് ചെയ്യുകയാണ്. ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഗം ചെയ്തെടുക്കുമ്പോൾ അതവിടെ ഇരുന്നോളും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.